ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾക്കൊരു വണ്ടി എത്ര പരിശ്രമിച്ചിട്ടും കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ നിരന്തരം ഓഫായി പോകുന്നുണ്ടോ? ഒരുപാട് പരിശ്രമം നടത്തി പക്ഷെങ്കിൽ വാഹനം കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നില്ല. അത്തരത്തിൽ തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വണ്ടി കയറ്റത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട്, അതായത് വണ്ടി എടുത്തു പോകാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തീർത്തും നിങ്ങൾക്ക് കയറ്റത്ത് ബുദ്ധിമുട്ട് വണ്ടി എടുക്കാനായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഒരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ നോക്കുക, ഞാൻ നല്ല വലിയൊരു കയറ്റത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക്, ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ശ്രദ്ധിച്ച് കാണണം. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ടെൻഷൻ ആദ്യം തന്നെ നിങ്ങളൊന്ന് മാറ്റുക. പല ആൾക്കാർക്കും വണ്ടി എടുക്കുന്ന സമയത്ത് കയറ്റത്താണല്ലോ എന്നുള്ളൊരു ചിന്തയോടെയാണ് വണ്ടി എടുക്കുന്നത്. ആ സമയത്ത് കൂടുതൽ ടെൻഷൻ കൂടും, ശ്രദ്ധ കുറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശ്രദ്ധ കൂടുതൽ വരിക. നമ്മൾ കയറ്റത്തെടുക്കുമ്പം ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ശ്രദ്ധയോടെ എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. ഇനി അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പരമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് പേർക്ക് വണ്ടി കയറ്റത്തെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു വണ്ടി പഠിപ്പിക്കാനായിട്ട് അറിയാവുന്ന ഒരാളാണ് കൂടത്തിൽ ഇരിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വണ്ടി എടുക്കും, മനസ്സിലായോ? പക്ഷെങ്കിൽ ഒറ്റയ്ക്കാണ് വണ്ടിയായിട്ട് വരുന്നതെങ്കിൽ പേടി കൂടുതലാണ്, ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആൾ കൂടെ ഉള്ളപ്പോൾ കോൺഫിഡൻസ് വരുന്നു, ആളില്ലെങ്കിൽ കോൺഫിഡൻസ് കുറയുന്നു. അപ്പോൾ അത് ആരുടെയാണ് പ്രശ്നം? അത് വാഹനം എടുക്കുന്ന നിങ്ങളുടെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല കോൺഫിഡൻസും ശ്രദ്ധയും നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവിങ്ങിൽ കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള ട്രിക്ക് കാണിച്ചു തരാം. ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്കിൽ കാല് നിർബന്ധമായിട്ടും വെക്കണം ആദ്യം. അത് തന്നെയല്ലേ, ബ്രേക്ക് ചവിട്ടുമ്പോൾ നന്നായിട്ട് ചവിട്ടി കൊടുക്കുക. കാരണം നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കുകയാണ്, കയറ്റത്ത് വണ്ടി നിന്നുപോയി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുക. എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വണ്ടി തീർത്തും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്കിന്റെ സഹായം തേടുക. മനസ്സിലായോ? അപ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ സഹായം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് ഞാൻ വലിച്ചിട്ടേക്കാണ്. ഇത് കണ്ടോ, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓൾറെഡി വലിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഹാൻഡ് ബ്രേക്ക് ബട്ടൺ, ഇപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ബട്ടൺ ഓഫ് ആവും. എന്നിട്ട് ഈ ബട്ടണെ ഞെക്കി പിടിച്ചിട്ട് ഇത് വലിച്ചു പിടിക്കണം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വലിച്ചു പിടിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഈ വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല. മനസ്സിലായോ? അപ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച് മേളിലേക്ക് പിടിക്കുക. ഇത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് എടുക്കാനായിട്ടാണ് ഈ ട്രിക്ക് പറയുന്നത്. ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ ഇപ്പോൾ ചേർത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയുടെ നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് വണ്ടി ഓഫ് ആയി പോകുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, ഏകദേശം ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. ഓക്കെ, ഇപ്പം ഞാൻ ക്ലച്ച് അയച്ച് വരികയാണ്. വണ്ടി ഓഫ് ആകുന്ന പരുവത്തിലേക്ക് ക്ലച്ച് അയക്കില്ല, എന്നാൽ വണ്ടി ഏകദേശം നീങ്ങാൻ തുടങ്ങുന്നതിനോട് അടുത്ത് വരും. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ വണ്ടി ഓഫ് ആകത്തുമില്ല, എന്നാൽ ക്ലച്ച് ചെയ്യുന്ന ഇനി ഇത്തിരി അയച്ചാൽ വണ്ടി നീങ്ങുന്ന ആ ഒരു തരത്തിലേക്ക് ക്ലച്ച് അയച്ച് എത്തുക. മനസ്സിലായോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയൊന്ന് കാലൊന്ന് എടുത്ത് നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ല. മനസ്സിലായോ? ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചേക്കുന്നതുകൊണ്ട് റോൾ ആകുന്നില്ല. ഇനി ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ്. ഇവിടെ ആക്സിലറേഷൻ ഞാൻ മെല്ലെ മുന്നോട്ട് കൊടുത്തോണ്ട് എന്ത് ചെയ്യും? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇനി ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇവിടെ കാലയക്കുന്ന സെയിം ടൈമിൽ ഈ എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ബാക്കിലേക്ക് ഉണ്ടോ, പോകാതെ നിൽക്കുന്നുണ്ടോ? ഇവിടെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുന്നു. ആ സെയിം ടൈമിൽ ഞാനിത് ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പം നോക്കുക, എൻ്റെ വണ്ടി കണ്ടോ, കയറ്റത്ത് വളരെ സിമ്പിളായിട്ട് എടുത്തത് കണ്ടോ. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പം അത് ക്ലിയർ ആവും. അതായത് നിങ്ങൾ ഇപ്പം ഞാനിവിടെ ഒരു കയറ്റത്ത് വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചെറിയൊരു കയറ്റമാണ്. ഞാനിവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഇത്തിരി പോലും വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിത് ഇവിടെ കയറ്റത്ത് വീണ്ടും വണ്ടി നിർത്തുന്നു. ഓക്കെ,
വണ്ടി നിർത്താണ്. നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് ഔട്ടി ബ്രേക്ക് ഔട്ടി. ഇനി ചെയ്യുന്നത് എന്താണ്? ഹാൻഡ് ബ്രേക്ക് വലിച്ച് മുകളിലേക്ക് പിടിച്ചു. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ബ്രേക്ക് ഞാൻ കാല് വെച്ചേക്കാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം കണ്ടുപിടിച്ചു. കണ്ടോ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. എന്നിട്ട് അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഏകദേശം വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ബ്രേക്കാന്ന് ഞാൻ കാലെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല. കണ്ടോ, അപ്പോൾ ഒരു ഇത്തിരി പോലും വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. ഇനി ഞാൻ ആക്സിലറേഷൻ കൊടുത്തോണ്ട് എന്ത് ചെയ്യും? ഹാഫ് ക്ലച്ച് അയക്കും. ഈ ഹാഫ് ക്ലച്ച് അയക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോകത്തില്ല. കാരണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കാണ്. ഇതേ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു. കണ്ടോ, ഇപ്പം നമ്മുടെ വണ്ടി നീങ്ങി. കണ്ടോ, അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാനിപ്പോൾ തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. എന്നാലും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ എടുക്കുക. ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് നിങ്ങൾ നോക്കിയേ. പ്രോപ്പർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് ബ്രേക്ക് കാല് നിർബന്ധമായിട്ട് ചവിട്ടി പിടിച്ചേക്കാണ്. നിങ്ങൾ നോക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടി നീങ്ങാൻ തുടങ്ങുന്നതിനോട് അടുത്ത് വരുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. പ്രോപ്പർ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഓഫായി പോകും. അപ്പം എന്ത് ചെയ്യുന്നു? ഏകദേശം ആ പോയിന്റ് വന്നു. എന്നിട്ട് ഇനി ഇവിടെ ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പെട്ടെന്ന് പമ്പ് ചെയ്ത് എടുത്തെടുത്ത് കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഈ ക്ലച്ചിൽ നിന്ന് പതിയെ ഒന്ന് അയച്ചു വരണം. ഇങ്ങനെ പതിയെ അയക്കാവുള്ളൂ, ഒറ്റയടിക്ക് എടുക്കരുത്. അങ്ങനെ എടുത്താൽ ഓഫായി പോകും. ഇതേ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇതേ പമ്പ് ചെയ്യുവാണ്. ഇവിടെ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ക്ലച്ച് ഇങ്ങോട്ട് പതിയെ അയക്കേണ്ടത്. മനസ്സിലായോ? ഇതേ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് നിൽക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു ഇത്തിരി പോലും ബാക്കിലേക്ക് പോകാതെ ഇത് എനിക്കിവിടെ നിർത്താം. ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ വണ്ടി എടുത്തു. ഇനി വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് ബ്രേക്കിലുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തേക്കാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്ക് കാലുണ്ട്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിനോട് അടുത്ത പോയിന്റാണ് വന്നേക്കുന്നത്. മനസ്സിലായി? പ്രോപ്പർ ഹാഫ് ക്ലച്ച് വേണ്ട, അതിനോട് അടുത്ത പോയിന്റ് വന്നു. ഇനി ബ്രേക്ക് എന്ന കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ ഇവിടെ പമ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ എപ്പോൾ പമ്പ് ചെയ്യുന്നു ആ സമയത്ത് തന്നെ ക്ലച്ച് എന്ന് പതിയെ അയക്കും. അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും, വണ്ടി ഓഫ് ആകത്തൂല. കണ്ടോ? എന്നിട്ട് ഞാനിപ്പോൾ വണ്ടി നിൽക്കുന്നത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് കയറ്റത്ത് വണ്ടി നിൽക്കുകയാണ്. ഇനി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതേ വണ്ടി ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർത്തും പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടണമല്ലോ. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഉപകാരപ്പെടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോർമൽ ആയിട്ട് വാഹനം എടുക്കാനായിട്ട് പഠിക്കണം. അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം. അതാണ് അതിൽ ശരിയായിട്ടുള്ള രീതി. എന്നാൽ നിങ്ങൾ തീർത്തും പെട്ടുപോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇത് എടുക്കുക. എന്നാൽ ഇത് നിങ്ങൾ നന്നായിട്ട് പരിശീലിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ. നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇടുക്കിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. പരമാവധി നന്നായിട്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് ഇട്ടേക്കുക. അതിലും നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.